Anything happening in the world, you and me are responsible as a good soldier. We are not Sunday Christians 24/7. We are duty officers on duty for the kingdom of God. That is why the Bible says, be sober, be vigilant, because your enemy the Satan is trying to destroy the world. ആകയാൽ ഇന്നൊരു വലിയ സത്യം നീ അറിയണം. 24 മണിക്കൂറും അന്ധകാര രാജ്യത്തിന്റെ പ്രവർത്തികൾക്കെതിരെ തല ഉയർത്തി വിജിലന്റായി നിൽക്കുന്ന ദൈവരാജ്യത്തിന്റെ പട്ടാളക്കാരനാണ് നീ. അത് ഒരു സമയം മറ്റൊരു സമയം എന്നില്ല, ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയുമല്ല, മറിച്ച് ദേശത്തിന്മേൽ ഒരു വലിയ ഉത്തരവാദിത്തോടെ ദൈവവേദന നിന്നെ നിർത്തിയിരിക്കുന്നു. You are here alive because God has deployed you in the area where you are staying for the time, season and boundary. The Bible says it is God who appoints time, season and boundaries for men to live in, and inside the men he has deployed you to take care of him. ആകയാൽ ഇന്ന് രാവിലെയും ശ്വാസം മൂക്കിലുള്ളവനായി നീ ജീവനോടെ നിൽക്കുന്നെങ്കിൽ, ജീവനുള്ളവരുടെ ദേശത്ത് നിർത്തിയിരിക്കുന്നെങ്കിൽ, അതിന്റെ അർത്ഥം ദൈവരാജ്യത്തിന്റെ പടയാളിയായ നിന്നെ, നിനക്ക് ജീവിക്കാൻ അതിരുകളും കാലങ്ങളും തന്നെങ്കിൽ, നീ പാർക്കുന്ന സ്ഥലത്തിന്റെ അധികാരിയായി തല ഉയർത്തി നിൽക്കുന്ന ഒരു പടയാളിയായി നിന്നെ കണ്ടതുകൊണ്ടാണ് ദൈവം ഇന്നും ജീവനോടെ നിർത്തിയിരിക്കുന്നത്. You are in a warfare. നീ ഒരു യുദ്ധക്കളത്തിലാണ്. You are in a warfare. ഒരു യുദ്ധക്കളത്തിലാണ് ദൈവം.